നമസ്കാരം, എല്ലാവർക്കും മൈ റെക്കോർഡ്സ് PSCയിലേക്ക് സ്വാഗതം. 1956 ശേഷമുള്ള കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം. കേരളത്തിലെ ആദ്യ തിരഞ്ഞെടുപ്പ്. കേരളത്തിൽ ആദ്യ തിരഞ്ഞെടുപ്പ് നടന്ന വർഷം 1957 ഫെബ്രുവരി 28 മുതൽ മാർച്ച് 11 വരെ. കേരളത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടന്നത് 1957 എന്ന് മുതലാണ് ഫെബ്രുവരി 28 മുതൽ മാർച്ച് 11 വരെ. ഒന്നാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളുടെ എണ്ണം 114. ഒന്നാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് 114 മണ്ഡലങ്ങളിലാണ് നടന്നത്. ഇതിൽ 102 ഏകാംഗ മണ്ഡലങ്ങളും 12 ദ്വയംഗ മണ്ഡലങ്ങളുമായിരുന്നു. അപ്പം മൊത്തം 114 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. അതിൽ 102 ഏകാംഗങ്ങളുടെ മണ്ഡലവും 12 ദ്വയ അംഗങ്ങളുടെ മണ്ഡലവും ആയിരുന്നു. ആകെ സീറ്റുകളുടെ എണ്ണം 126. ആകെ സീറ്റുകൾ 126, ആകെ മണ്ഡലങ്ങൾ 114. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട എത്ര ആളുകളായിരുന്നു നിയമസഭയിലുണ്ടായിരുന്നത്? ഒരാൾ. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഉണ്ടായിരുന്നു. അങ്ങനെ അതും കൂടെ കൂട്ടി മൊത്തം 127 അംഗങ്ങളാണ് ആദ്യ നിയമസഭയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യ നിയമസഭയിൽ േക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നതെന്നാണ് 1957 ഫെബ്രുവരി 28 മുതൽ മാർച്ച് 11 വരെ. ആകെ തിരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങൾ 114. അതിൽ തന്നെ 102 ഏകാംഗ മണ്ഡലങ്ങളും 12 ദ്വയംഗ മണ്ഡലങ്ങളുമായിരുന്നു. ആകെ സീറ്റുകൾ 126. ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയെ കൂടെ അതിനകത്ത് നാമനിർദ്ദേശം ചെയ്യാം. അങ്ങനെ 126 പ്ലസ് ഒരു ആംഗ്ലോ ഇന്ത്യനും കൂടെ ചേർത്ത് 127 അംഗങ്ങളാണ് ആദ്യ നിയമസഭയിൽ ഉണ്ടായിരുന്നു. ആദ്യ നിയമസഭയിൽ എത്ര ആളുകളുണ്ടായിരുന്നു? 127. നിയമനിർമ്മാണ സഭയിലേക്ക് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ നാമനിർദ്ദേശം ചെയ്യുന്നത് 104 ഭരണഘടനാ ഭേദഗതി പ്രകാരം പിന്നീട് റദ്ദാക്കി. ഇപ്പോൾ അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല. 104 ഭരണഘടനാ ഭേദഗതി പ്രകാരം ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയെ നാമനിർദ്ദേശം ചെയ്യുക എന്നുള്ള കാര്യം നിർത്തലാക്കിയിട്ടുണ്ട്. കേരളത്തിലെ ഒന്നാം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ച സീറ്റുകളുടെ എണ്ണം 60. ആകെ 114 മണ്ഡലങ്ങളുണ്ടായിരുന്നു. അതിനകത്ത് 126 സീറ്റുകൾ ഉണ്ടായിരുന്നു. ആ 126 സീറ്റുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കിട്ടിയത് എത്രയാണ്? 60 സീറ്റുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി ജനാധിപത്യ രീതിയിൽ ഒരു കോൺഗ്രസ് ഇതര മന്ത്രിസഭ അല്ലെങ്കിൽ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ നിലവിൽ വന്ന സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ജനാധിപത്യ രീതിയിൽ ഒരു കോൺഗ്രസ് ഇതര മന്ത്രിസഭ, കോൺഗ്രസ് അല്ലാത്തൊരു മന്ത്രിസഭ, ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ രൂപം കൊണ്ട സംസ്ഥാനം എവിടെയാണ്? കേരളം. കേരളത്തിൽ ഒന്നാം നിയമസഭ നിലവിൽ വന്ന വർഷം 1957 ഏപ്രിൽ 1. കേരളത്തിൻ്റെ ഒന്നാം നിയമസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 1. കേരളത്തിൽ ഒന്നാം മന്ത്രിസഭ നിലവിൽ വന്ന വർഷം 1957 ഏപ്രിൽ 5. കേരളത്തിൽ ഒന്നാം നിയമസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 1. മന്ത്രിസഭ നിലവിൽ വന്ന 1957 ഏപ്രിൽ 5. ഒന്നാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1957 ഏപ്രിൽ 27. മാറിപ്പോകരുത്. ഒന്നാം നിയമസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 1. ഒന്നാം മന്ത്രിസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 5. ഒന്നാം നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1957 ഏപ്രിൽ 27. ഒന്നാം കേരള മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം 11. മൊത്തം എത്ര മന്ത്രിമാരുണ്ട്? 11 മന്ത്രിമാർ. ഒന്നാം കേരള നിയമസഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം 1. ഒന്നാം കേരള നിയമസഭയിൽ ഒരു വനിതാ മന്ത്രിയുള്ളായിരുന്നു. അതാരായിരുന്നു? KR ഗൗരിയമ്മ. ഒന്നാം കേരള നിയമസഭയിലെ വനിതാ അംഗങ്ങളുടെ എണ്ണം 6. ഒന്നാം കേരള നിയമസഭയിലെ വനിതാ അംഗങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? 6 പേര് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ആദ്യത്തെ തെരഞ്ഞെടുപ്പിനെ പറ്റി പഠിക്കുന്നത്. 1957 ഫെബ്രുവരി 28 മുതൽ മാർച്ച് 11 വരെയായിട്ട് നടന്നു. അങ്ങനെ ഒന്നാം നിയമസഭ നിലവിൽ വന്ന 1957 ഏപ്രിൽ 1. ഒന്നാം മന്ത്രിസഭ നിലവിൽ വന്നത് ഏപ്രിൽ 5. ആദ്യത്തെ സമ്മേളനം നടന്നത് ഏപ്രിൽ 27, 1957. മൊത്തം 114 മണ്ഡലങ്ങളുണ്ടായിരുന്നു. അതിൽ മൊത്തം 126 സീറ്റ്, ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയെ നാമനിർദ്ദേശം ചെയ്യും. മൊത്തം 127 അംഗങ്ങളാണ് ആ നിയമസഭയിൽ ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഇലക്ഷൻ നടന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കിട്ടിയ സീറ്റുകൾ എത്രയായിരുന്നു? 60 ആയിരുന്നു. ഒന്നാം കേരള മന്ത്രിസഭയിലെ മന്ത്രിമാർ എത്ര പേരുണ്ടായിരുന്നു? 11 മന്ത്രിമാർ. അതിൽ എത്ര സ്ത്രീകളുണ്ടായിരുന്നു? ഒരേ ഒരാളെ ഉള്ളായിരുന്നു, KR ഗൗരിയമ്മ. ടോട്ടൽ നിയമസഭയിൽ എത്ര സ്ത്രീകളുണ്ടായിരുന്നു? 6 സ്ത്രീകൾ. ഇനി കേരളത്തിലെ ആദ്യ മന്ത്രിസഭ. മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. ധനകാര്യം C അച്യുതമേനോൻ. തൊഴിൽ ഗതാഗതം TV തോമസ്. വനം ഭക്ഷ്യവകുപ്പ് KC ജോർജ്. വ്യവസായം
KP ഗോപാലൻ, പൊതുമരാമത്ത് TA മജീദ്, തദ്ദേശ സ്വയംഭരണം PK ചാത്തൻ മാസ്റ്റർ, വിദ്യാഭ്യാസം സഹകരണം ജോസഫ് മുണ്ടശ്ശേരി, റവന്യൂ എക്സൈസ് KR ഗൗരിയമ്മ, നിയമം വൈദ്യുതി BR കൃഷ്ണയ്യർ. AR മേനോൻ്റെ ആണ് ആരോഗ്യത്തിൻ്റെ മന്ത്രിയായിരുന്നത്. പ്രതിപക്ഷ നേതാവ് ആരാണ്? PT ചാക്കോ. നിയമസഭ. പുതിയ നിയമസഭാ മന്ദിരത്തിൻ്റെ നിർമ്മാണത്തിന് തറക്കല്ലിട്ട പ്രസിഡന്റ്, ഇന്ത്യൻ പ്രസിഡന്റ് ആരായിരുന്നു? നീലം സഞ്ജീവ റെഡ്ഡി. 1979 ജൂൺ 4 പുതിയ നിയമസഭാ മന്ദിരത്തിൻ്റെ നിർമ്മാണത്തിന് തറക്കല്ലിട്ടത്. പുതിയ നിയമസഭാ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച പ്രസിഡന്റ് KR നാരായണൻ. 1998 മെയ് 22. 79 ജൂണിൽ കല്ലിട്ടിട്ട് 1998 മെയ് 22 അത് ഉദ്ഘാടനം ചെയ്തത്. ആരാ ഉദ്ഘാടനം ചെയ്ത പ്രസിഡന്റ്? KR നാരായണൻ. പഴയ നിയമസഭാ മന്ദിരത്തെ ചരിത്ര സ്മാരകമായി പ്രഖ്യാപിച്ചത് കിഷൻകാന്ത്. 2001 ഫെബ്രുവരി 24 പഴയ നിയമസഭാ മന്ദിരത്തിന് ചരിത്ര സ്മാരകമായി പ്രഖ്യാപിച്ചത്. ആരാണ് പ്രഖ്യാപിച്ചത്? കിഷൻകാന്ത്. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ നേരം പ്രസംഗിച്ച് റെക്കോർഡിട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ നേരം പ്രസംഗിച്ച് റെക്കോർഡിട്ട മുഖ്യമന്ത്രി ആരാണ്? പിണറായി വിജയൻ. ഏറ്റവും ദൈർഘ്യമേറിയ നിയമസഭ, 4ാം നിയമസഭ. 1970 മുതൽ 77 വരെയുള്ള 4ാം നിയമസഭയായിരുന്നു ഏറ്റവും ദൈർഘ്യമേറിയ നിയമസഭ. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നിയമസഭ 6ാമത്തെ നിയമസഭയായിരുന്നു. 1980 മുതൽ 82 വരെ മാത്രമേ ആ നിയമസഭയ്ക്ക് കാലാവധി ഉണ്ടായിരുന്നുള്ളൂ. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായിരുന്ന വനിത KR ഗൗരിയമ്മ. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ അംഗമായിരുന്ന ആരാണ്? KR ഗൗരിയമ്മ. ഏറ്റവും കൂടുതൽ തവണ കേരള നിയമസഭകളിൽ അംഗമായ വ്യക്തികൾ KM മാണി, ഉമ്മൻചാണ്ടി. KM മാണി, ഉമ്മൻചാണ്ടി 12 തവണയാണ് അംഗമായിട്ടുള്ളത്. കേരള നിയമസഭ സാമാജികൻ എന്ന നിലയിൽ തുടർച്ചയായി 50 വർഷം പൂർത്തിയാക്കുക എന്ന അപൂർവ നേട്ടത്തിനുടമയായ വ്യക്തികൾ KM മാണി, ഉമ്മൻചാണ്ടി. അങ്ങനെ കേരളസഭ നിയമ സാമാജികൻ എന്ന നിലയിൽ തുടർച്ചയായിട്ട് 50 വർഷം പൂർത്തിയാക്കിയതും KM മാണിയും ഉമ്മൻചാണ്ടിയാണ്. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് KR നാരായണൻ. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് KR നാരായണനാണ്. 1997 സെപ്റ്റംബർ 18 10ാം നിയമസഭയിലാണ് അദ്ദേഹം നിയമസഭയെ അഭിസംബോധന ചെയ്തത്. 14ാം കേരള നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ജോൺ ഫെർണാണ്ടസ്. 14ാം കേരള നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ആരാണ്? ജോൺ ഫെർണാണ്ടസ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ നിയമസഭയെ പറ്റി പഠിക്കുന്നത്. നിയമസഭയുടെ പുതിയ മന്ദിരത്തിന് തറക്കല്ലിട്ടത് നീലം സഞ്ജീവ് റെഡ്ഡിയാണ്. അത് 1979 ജൂൺ 4 പക്ഷേ അത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ KR നാരായണനാണ്. അത് 98 മെയ് 22 പഴയ നിയമസഭാ മന്ദിരത്തെ ചരിത്ര സ്മാരകമാക്കി പ്രഖ്യാപിച്ചത് 2001 അത് കിഷൻകാന്താണ് പ്രഖ്യാപിച്ചത്. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ നേരം പ്രസംഗിച്ച വ്യക്തി എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. ഏറ്റവും ദൈർഘ്യമേറിയ നിയമസഭ 4ാം നിയമസഭയാണ്. അത് 1970 മുതൽ 77 വരെയാണ്. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞത് 6ാമത്തെ നിയമസഭ. അത് 82 കാലയളവാണ്. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായിരുന്ന വനിത KR ഗൗരിയമ്മയാണ്. ഏറ്റവും കൂടുതൽ തവണ കേരള നിയമസഭകളിൽ അംഗമായ വ്യക്തികൾ KM മാണിയും ഉമ്മൻചാണ്ടിയാണ്, 12 തവണ. 50 വർഷം ഒരു കേരള നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ പൂർത്തിയാക്കിയിട്ടുള്ള 2 പേരും KM മാണിയും ഉമ്മൻചാണ്ടിയും തന്നെയാണ്. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ പ്രസിഡന്റ് KR നാരായണനാണ്. അത് 97 സെപ്റ്റംബർ 18 10ാം നിയമസഭയിലാണ്. 14ാം കേരള നിയമസഭയുടെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ജോൺ ഫെർണാണ്ടസ് ആണ്. കേരളം മണ്ണും മനുഷ്യനും എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ഡോക്ടർ തോമസ് ഐസക്. കേരളം മണ്ണും മനുഷ്യനും എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? ഡോക്ടർ തോമസ് ഐസക്. പ്രിസണർ 5990 എന്നത് അത് ആരുടെ ആത്മകഥയാണ്? R ബാലകൃഷ്ണപിള്ള. R ബാലകൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് പ്രിസണർ 5990. കേരള നിയമസഭാ അംഗമായ ആദ്യത്തെ IAS ഓഫീസർ അൽഫോൺസ് കണ്ണന്താനം. 2006-2011 കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് അദ്ദേഹം നിയമസഭാ അംഗമായത്. കേരളത്തിലെ നിയമസഭാംഗമായ ആദ്യത്തെ IAS ഓഫീസറാണ് അൽഫോൺസ് കണ്ണന്താനം. 1989 ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരതാ നഗരമായി കോട്ടയത്തെ പ്രഖ്യാപിച്ചപ്പോൾ ജില്ലാ കളക്ടറായിരുന്നത് ഈ അൽഫോൺസ് കണ്ണന്താനമാണ്. മേക്കിംഗ് എ ഡിഫറൻസ്, ഇന്ത്യ മാറ്റത്തിൻ്റെ മുഴക്കം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് അൽഫോൺസ് കണ്ണന്താനമാണ്. മേക്കിംഗ് എ ഡിഫറൻസ് എന്ന പുസ്തകം രചിച്ചത് അൽഫോൺസ് കണ്ണന്താനമാണ്. IAS ഓഫീസറാണ് അദ്ദേഹം. 1989 ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരതാ നഗരമായി കോട്ടയത്തെ പ്രഖ്യാപിക്കുമ്പോൾ ജില്ലാ കളക്ടറായിരുന്നത് അൽഫോൺസ് കണ്ണന്താനമാണ്. കേരള നിയമസഭാംഗമായ ആദ്യത്തെ IAS ഓഫീസറാണ് അൽഫോൺസ് കണ്ണന്താനം. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ്. 2006 മുതൽ 2011 വരെ. കുറഞ്ഞ പ്രായത്തിൽ കേരളത്തിൽ MLA ആയ വ്യക്തി
മാത്യു ടി തോമസ്. കുറഞ്ഞ പ്രായത്തിൽ കേരളത്തിലെ MLA ആയത് ആരാണ്? മാത്യു ടി തോമസ്. കുറഞ്ഞ പ്രായത്തിൽ കേരളത്തിലെ സ്പീക്കറായത് CH മുഹമ്മദ് കോയ. കുറഞ്ഞ പ്രായത്തിൽ സ്പീക്കറായത് CH മുഹമ്മദ് കോയ. കുറഞ്ഞ പ്രായത്തിൽ കേരളത്തിലെ മന്ത്രിയായ വ്യക്തി രമേശ് ചെന്നിത്തല. കുറഞ്ഞ പ്രായത്തിൽ കേരളത്തിൽ മുഖ്യമന്ത്രിയായ വ്യക്തി AK ആൻ്റണി. അപ്പോൾ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ MLA ആയത് മാത്യു ടി തോമസ്. കുറഞ്ഞ പ്രായത്തിൽ കേരളത്തിൽ സ്പീക്കറായ CH മുഹമ്മദ് കോയ. കുറഞ്ഞ പ്രായത്തിൽ കേരളത്തിൽ മന്ത്രിയായത് രമേശ് ചെന്നിത്തല. കുറഞ്ഞ പ്രായത്തിൽ കേരളത്തിൽ മുഖ്യമന്ത്രിയായത് AK ആൻ്റണി. ഏറ്റവും കൂടുതൽ കാലം നിയമസഭാംഗമായിരുന്ന വ്യക്തി ഉമ്മൻചാണ്ടി. ഏറ്റവും കൂടുതൽ കാലം നിയമസഭാംഗമായിരുന്ന വ്യക്തി ആരാണ്? ഉമ്മൻചാണ്ടി. ഏറ്റവും കുറച്ചു കാലം നിയമസഭാംഗമായിരുന്ന വ്യക്തി C ഹരിദാസ്. ഏറ്റവും കൂടുതൽ കാലം നിയമസഭാംഗമായിരുന്ന ഉമ്മൻചാണ്ടിയാണ്. ഏറ്റവും കുറച്ചു കാലം C ഹരിദാസ്. ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച അംഗം KK ശൈലജ. 2021 മട്ടന്നൂരിൽ വെച്ച് KK ശൈലജയാണ് ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച അംഗം. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ച അംഗം AA അസീസ്. ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് KK ശൈലജ. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് AA അസീസ്. ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന മന്ത്രിസഭ C അച്യുതമേനോൻ മന്ത്രിസഭ. 1970 മുതൽ 77 വരെ 4ാം നിയമസഭയാണ്. അതാണ് ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന മന്ത്രിസഭ. ഏറ്റവും കുറച്ചു കാലം അധികാരത്തിലിരുന്ന മന്ത്രിസഭ K കരുണാകരൻ മന്ത്രിസഭ. മാർച്ച് മുതൽ ഏപ്രിൽ വരെ 1977 മാർച്ച് മുതൽ ഏപ്രിൽ വരെ ഏറ്റവും കുറച്ചു കാലം വരുന്നത് കരുണാകരൻ മന്ത്രിസഭയാണ്. ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിരുന്ന വ്യക്തി KM മാണി. ഏറ്റവും കുറച്ചു കാലം മന്ത്രിയായിരുന്ന വ്യക്തി MP വീരേന്ദ്രകുമാർ. ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിരുന്നത് KM മാണി. ഏറ്റവും കുറച്ചു കാലം മന്ത്രിയായിരുന്നത് MP വീരേന്ദ്രകുമാർ. കേരള നിയമസഭയിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക അംഗം M ഉമേഷ് റാവു മഞ്ചേശ്വരം. 1957. കേരള നിയമസഭയിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക അംഗം M ഉമേഷ് റാവു ആണ്. കേരള നിയമസഭാംഗമായിരുന്ന ഏറ്റവും പ്രായം കൂടിയ അംഗം VS അച്യുതാനന്ദൻ. കേരള നിയമസഭാംഗമായിരുന്ന ഏറ്റവും പ്രായം കൂടിയ അംഗം VS അച്യുതാനന്ദൻ. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കേരള നിയമസഭാംഗമായ വ്യക്തി മാത്യു ടി തോമസ്. നിയമസഭയിൽ അംഗമാകാത്തതും കേരള നിയമസഭയെ അഭിമുഖീകരിക്കാത്തതുമായ മന്ത്രി K മുരളീധരൻ. അപ്പോൾ നിയമസഭയിൽ അംഗമാകാത്തതും കേരള നിയമസഭയെ അഭിമുഖീകരിക്കാത്തതുമായ മന്ത്രി ആരാണ്? K മുരളീധരൻ. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തി VS അച്യുതാനന്ദൻ. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്നത് ആരാണ്? VS അച്യുതാനന്ദൻ. ഏറ്റവും കൂടുതൽ കാലം കേരള നിയമസഭാംഗമായിരുന്ന ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി സ്റ്റീഫൻ പാതുവ. ഏറ്റവും കൂടുതൽ കാലം കേരള നിയമസഭാംഗമായിരുന്ന ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ആരാണ്? സ്റ്റീഫൻ പാതുവ. കോടതി വിധിയിലൂടെ നിയമസഭാംഗത്വം ലഭിച്ച വ്യക്തി VR കൃഷ്ണയ്യർ. കോടതി വിധിയിലൂടെ നിയമസഭാംഗത്വം ലഭിച്ചത് VR കൃഷ്ണയ്യർ. നിയമസഭാംഗം, MP, സ്പീക്കർ, മന്ത്രി, ഉപമുഖ്യമന്ത്രി, മുഖ്യമന്ത്രി എന്നീ പദവികൾ വഹിച്ച ഏക വ്യക്തി CH മുഹമ്മദ് കോയ. ഏതൊക്കെയാണ്? നിയമസഭാംഗം, MP, സ്പീക്കർ, മന്ത്രി, ഉപമുഖ്യമന്ത്രി, മുഖ്യമന്ത്രി എന്നീ പദവികൾ വഹിച്ച ഏക വ്യക്തി CH മുഹമ്മദ് കോയയാണ്. കോടതി വിധിയിലൂടെ നിയമസഭാംഗത്വം നഷ്ടപ്പെട്ട ആദ്യ വ്യക്തി റോസമ്മ പൊന്നൂസ്. കോടതി വിധിയിലൂടെ നിയമസഭാംഗത്വം നഷ്ടപ്പെട്ടതാർക്കാണ്? റോസമ്മ പൊന്നൂസിനാണ്. നിയമസഭാംഗത്വം ലഭിച്ചതാർക്കാണ്? VR കൃഷ്ണയ്യർക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആദ്യ മന്ത്രി K മുരളീധരൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആദ്യ മന്ത്രിയാണ് K മുരളീധരൻ. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം നിയമസഭാംഗത്വം നഷ്ടമായ ആദ്യ വ്യക്തി R ബാലകൃഷ്ണപിള്ള. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം നിയമസഭാംഗത്വം നഷ്ടമായ ആദ്യ വ്യക്തി R ബാലകൃഷ്ണപിള്ള. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം നിയമസഭാംഗത്വം നഷ്ടമായ രണ്ടാമത്തെ വ്യക്തി PC ജോർജാണ്. അപ്പോൾ ഇത്രയാണ് കേരള നിയമസഭയിലെ റെക്കോർഡുകൾ. കേരളത്തിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആനി മസ്ക്രിനാണ്. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് അക്കമ്മ ചെറിയാനാണ്. കൺഫ്യൂഷൻ ആവരുത്. കേരളത്തിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആനി മസ്ക്രിനാണ്. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നതാണ് അക്കമ്മ ചെറിയാൻ. തിരുവിതാംകൂറിൻ്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നതും അക്കമ്മ ചെറിയാനാണ്. കേരളത്തിൽ നിന്ന് പാർലമെൻറ്റ് അംഗമായ ആദ്യ വനിതയാണ് ആനി മസ്ക്രിൻ. കേരളത്തിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന ആനി മസ്ക്രിനാണ് കേരളത്തിൽ നിന്ന് പാർലമെൻറ്റിൽ അംഗമായ ആദ്യ വനിത. കേരളത്തിൽ നിന്ന് രാജ്യസഭാംഗമായ ആദ്യ വനിത ഭാരതി ഉദയഭാനുവാണ്. കേരളത്തിൽ നിന്ന് രാജ്യസഭാംഗമായ ആദ്യ വനിത ഭാരതി ഉദയഭാനുവാണ്. ഇതോടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.